ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് 19 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോവുകയാണ്. അതിന് മുമ്പേ ഈ പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള പോർഷനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നു. പേജ് 21 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദെയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് എ സർക്കിൾ, ഫൈൻഡ് ദം. ഓക്കെ, ഈ തന്നിരിക്കുന്നത് മുഴുവനും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസസിലെല്ലാം ചില ടേംസ് എല്ലാം മിസ്സാവുന്നുണ്ട്. ആ മിസ്സിങ് ടേംസിനെ നമ്മളെന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെന്താണ് ചെയ്യേണ്ടത്, ഇത്തരം സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാൽ അത് 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നു. ഒന്നാമത്തത് 24, 42, 0, 0. ഓക്കെ, അല്ലെങ്കിൽ ഡാഷ് ഡാഷ്. ഓക്കെ, ഇതിൽ ഈ രണ്ട് മിസ്സിങ് നമ്പേഴ്സ് നമ്മൾ കാണണം. അപ്പോൾ 24ഉം 42ഉം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആയതുകൊണ്ട് ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കോമൺ ഡിഫറൻസ്. ഓക്കെ, 42 - 24 ഈസ് ഈക്വൽ ടു 18 എന്ന് നമുക്ക് കിട്ടും കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് 18 ഈസ് ആഡഡ് വിത്ത് 42, again added with that number, then we'll get the next two numbers. Okay, അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, നോക്കാം. (24, 42, dash dash). Okay, 42 minus 24 is equal to 18. So we got common difference 18. Then 42 plus 18. Okay, missing terms are 42 plus 18, that is equal to 60. Then 60 plus 18 is equal to 78. ഓക്കെ, അപ്പോൾ ഇവിടെ 60ഉം ഇവിടെ 78ഉം കിട്ടും. ഓക്കെ, അതിൽ സെക്കൻഡ് വൺ എന്താണ്? ഡാഷ് 24, 42 ഡാഷ്. ഓക്കെ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മിസ്സിംഗ് ആണ്. ഇവിടെ അതേപോലെ തന്നെ 42 - 24 കണ്ടാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 18 കോമൺ ഡിഫറൻസ്. പിന്നെ മിസ്സിംഗ് ടേംസ് കിട്ടാൻ എന്ത് ചെയ്യുക? 42നോട് 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. 24ൽ നിന്ന് 18 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദിസ് വൺ. ഓക്കെ, ഇങ്ങോട്ടുള്ള ടേംസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ മിക്സിംഗ് ടേംസ് ആർ 6 and 60. 42 plus 18 is 60. 24 minus 18 is equal to 6. അങ്ങനെയാണ് മിസ്സിംഗ് നമ്പേഴ്സ് 6 and 60 കിട്ടുന്നത്. തേർഡ് വണ്ണിൽ ഡാഷ് ഡാഷ് 24, 42. ഇവിടെ അടുത്ത നമ്പേഴ്സ് 24ഉം 42 ആയതുകൊണ്ട് there is no change in the common difference. കോമൺ ഡിഫറൻസ് ഇപ്പോഴും എത്ര തന്നെയാണ്? 18 തന്നെയാണ്. അപ്പോൾ 24ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് 6. ഓക്കെ, ആ 6ൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക? 18 മൈനസ് ചെയ്യുക, then വിൽ ഗെറ്റ് -12. അങ്ങനെ ഈ രണ്ട് മിസ്സിംഗ് നമ്പേഴ്സ്, ഒന്ന് -12ഉം ഒന്ന് 6ഉമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 24 ഡാഷ് 42 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് നമ്പേഴ്സിനിടയിലുള്ള മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ. ഇവിടെ ഒരു മിസ്സിംഗ് നമ്പറാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസിനെ, അതായത് 42 - 24 എന്നുള്ള ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ രണ്ട് നമ്പേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 നമ്പേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു നമ്പർ മാത്രമേ മിസ്സിംഗ് ആയിട്ടുള്ളൂ, അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 42 minus 24, that is this number minus this number, and only one number is missing, therefore divide by 2, you will get 9. Okay, common difference is 9. So 42 plus 9 is equal to 51. Okay, this number is 51. 42 minus 9 അതല്ലെങ്കിൽ 24 plus 9, അങ്ങനെ രണ്ട് രീതിയിൽ കാണാം. 24നോട് 9 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 42ൽ നിന്ന് 9 മൈനസ് ചെയ്യാം. എങ്ങനെ ചെയ്താലും you will get this number, and that is 33. അങ്ങനെ മിസ്സിംഗ് ടേംസ് ആർ 33 and 51 എന്ന് കിട്ടുന്നു. ഫിഫ്ത്ത് വൺ ഡാഷ് 24 ഡാഷ് 42. ഓക്കെ,
അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഈ 24ഉം 42ഉം ഉപയോഗിച്ചുകൊണ്ട് ഈ മിസ്സിംഗ് നമ്പർ കണ്ടതുപോലെ തന്നെ കാണാം. അതായത് ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നു. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ഇവിടെ ഡി ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടിയതുപോലെ തന്നെയാണ് 24ഉം 42 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? 24നോട് 9 ആഡ് ചെയ്യുക, 24ൽ നിന്ന് 9 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ 24 മൈനസ് 9 ഈസ് ഈക്വൽ ടു 15, 24 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 33. അങ്ങനെ ഈ രണ്ട് മിസ്സിംഗ് നമ്പേഴ്സും കിട്ടുന്നു. ദെൻ സിക്സ്ത് വൺ എന്താണ്? 24-42. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യുക? 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 2 numbers are missing, therefore we write what? 3. Okay, അപ്പോൾ 42 മൈനസ് 24 is equal to 18, that by divided by 3 is equal to 6. അങ്ങനെ കോമൺ ഡിഫറൻസ് നമുക്ക് 6 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മിസ്സിംഗ് ടേംസ്? 24 പ്ലസ് 6 ദാറ്റ്സ് ഈക്വൽ ടു 30, 30 പ്ലസ് 6 is equal to 36. അങ്ങനെ 30ഉം 36ഉം കിട്ടുന്നു. അത് രണ്ടുമാണ് ഈ സിക്സ്ത് വണ്ണിലെ മിക്സിംഗ് ടേംസ്. അപ്പോൾ ഈ രീതിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസേഴ്സും നമുക്ക് കാണാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 2ലേക്ക് പോകുന്നു. എന്താണ് ക്വസ്റ്റ്യൻ 2? ഈ 6 ആൻസേഴ്സ് നമ്മളിപ്പം കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ 2, ദ ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ഓക്കെ, ഓരോ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും 2 പൊസിഷനിലുള്ള ടേംസ് തന്നിരിക്കുന്നു. അങ്ങനെയുള്ള എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ കേട്ടോ. 1, 2, 3, 4, 5 എല്ലാത്തിലും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2 പൊസിഷനിലുള്ള ടേംസ് തന്നിരിക്കുന്നു. ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേംസ് നമ്മൾ കണ്ടെത്തണം. അപ്പം ഇങ്ങനെ 2 പൊസിഷനിലുള്ള ടേംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുന്നത്? കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 കണ്ടാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നു. കോമൺ ഡിഫറൻസ് കണ്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടേം കാണുന്നു. ഫസ്റ്റ് ടേം കണ്ടതിന് ശേഷം ഫസ്റ്റ് ടേം എഴുതി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് അങ്ങനെ ആദ്യത്തെ 5 ടേംസ് നമ്മൾ എഴുതുന്നു. അതാണ് ഈ 5 ക്വസ്റ്റ്യൻസിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, തേർഡ് ടേമും 6th ടേമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ തേർഡ് ടേമിനെ നമ്മൾ x3 എന്ന് വിളിക്കും. അപ്പോൾ x3 ഈസ് ഈക്വൽ ടു 34 ആൻഡ് x6 ഈസ് ഈക്വൽ ടു 67. ഇത് 6th ടേമാണ്. അപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 3. ഓക്കെ, 6 മൈനസ് 3. So 67 minus 34 is equal to 33 and this difference is 3. So 33 divided by 3 is equal to 11 and we got D is equal to 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 ടേംസ് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം, നമുക്കിവിടെ 2 ടേംസ് അറിയാം. ഒന്ന് x3, മറ്റത് x6 ആണ്. മൂന്നാമത്തെ ടേമും 6ാമത്തെ ടേമും അറിയാം. ഒന്നാമത്തെ ടേമിനോട്, ഫസ്റ്റ് ടേമിനോട് 2 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് x3 കിട്ടുന്നത്. അതേപോലെ 5 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് x6 കിട്ടുന്നത്. അപ്പോൾ x3 ഉപയോഗിച്ചുകൊണ്ടും x6 ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫസ്റ്റ് ടേം കാണാം. x3യിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അതല്ലെങ്കിൽ x6ൽ നിന്ന് 5 കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഇതേതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു x3 മൈനസ് 2d, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം തേർഡ് ടേം. ഓക്കെ, തേർഡ് ടേം എത്രയാണ്? 34 ആണ്. സോ 34 മൈനസ് 2 ഇൻറ്റു ആൻഡ് കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 11, 2 ഇൻറ്റു 11. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡൺ ഫസ്റ്റ്. ഓക്കെ, 2 ഇൻറ്റു 11 22. ഓക്കെ, അപ്പോൾ 34 മൈനസ് 22 that's equal to what? 12. So first term we got, first term is equal to 12 and common difference is equal to 11. Then we can continuously write the terms. First term, first 5 terms. The first term is 12, then 12 plus 11 common difference 33,
33 plus 11 45 plus 11 56 plus 11 67. അങ്ങനെ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കിട്ടുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം തന്നു, സിക്സ്ത് ടേം തന്നു. നേരത്തെയും തന്നത് തേർഡ് ടേം സിക്സ്ത് ടേം തന്നെയാണ്. പക്ഷെ ഇവിടെ സിക്സ്ത് ടേമിൽ ഡിഫറൻസ് ഒന്നുമില്ല. സിക്സ്ത് ടേമും തേർഡ് ടേമും ഡിഫറൻ്റ് ആണെന്ന് മാത്രം. ഓക്കെ, ദെൻ കോമൺ ഡിഫറൻസ് നേരത്തെ പോലെ തന്നെ കാണുന്നു. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 76 minus 43 divided by 6 minus 3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടും, ഇവിടെ 3 കിട്ടും. 33 by 3 is equal to 11. അപ്പോൾ ഈ കേസിലും കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 തന്നെയാണ്. ഓക്കെ, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു x3 minus 2d. x3 43 ആണ്. സോ 43 minus 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11. ഓക്കെ, അപ്പോൾ 2 into 11 22. ഓക്കെ, 43 minus 22 that's equal to 21 എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഫസ്റ്റ് ടേം ഈസ് 21 and common difference is equal to 11. So first 5 terms 21 plus 11 32 plus 11 43 plus 11 54 plus 11 65. Third one il third term thannu, fifth term thannu. Third term is 2 and fifth term is 3. So D is equal to 3 minus 2 divided by 5 minus 3. So 3 minus 2 divided by 5 minus 3. 3 minus 2 is equal to 1 and 5 minus 3 is equal to 2. So half 1 by 2 is the common difference. Then first term we calculate as we calculated in the previous one. F is equal to x3 minus 2d. Okay, x3 is 2. So 2 minus 2 into d is equal to half. So 2 into half. 2 into half we know is equal to 1. Okay, but 2 minus 1 now. 2 minus 1 is equal to 1. സാധാരണ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് 2 മൈനസ് 2 ചെയ്യും 0. അല്ല, ഇവിടെ 3 ആണെങ്കിൽ 3 മൈനസ് 2 1 എന്ന് എഴുതും. എന്നിട്ട് അതിന് ശേഷം ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡൺ ഫസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു ഹാഫ് ഇസ് ഈക്വൽ ടു 1. So 2 minus 1, 2 minus 1 is equal to 1. Thus we get first term is equal to 1 and common difference is equal to half. So first 5 terms, first term എഴുതി, common difference half add ചെയ്യുന്നു. 1 plus half, 1 and half, 1 and half plus half, 2, 2 plus half, 2 and half, 2 and half plus half, 3. Okay, പിന്നെ first 5 terms കിട്ടി. Next fourth question. എന്താണ് fourth question? Fourth term തന്നിട്ടുണ്ട് 2 and seventh term is 3. Okay, then common difference is equal to 3 minus 2 divided by 7 minus 4. 3 minus 2 1 ആണ്, 7 minus 4 3. So we got 1 by 3. So 1 by 3 is the common difference. And the first term is x4 minus x4 ആയതുകൊണ്ട് 3 common difference minus ചെയ്യണം. So minus 3d, x4 is 2. So 2 minus 3 into 1 by 3 is the common difference. Okay, 3 into 1 by 3, 3 and 3 get cancelled, or 3 into 1, 3 by 3, 1 now. എങ്ങനെയായാലും ഇത് സിംപ്ലിഫൈ ചെയ്താൽ you will get what? 1. So 2 minus 1 is equal to 1. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 1, കോമൺ ഡിഫറൻസ് 1 by 3 കിട്ടി. ഇനി ഫസ്റ്റ് 5 ടേംസ് എഴുതുമ്പോൾ ആദ്യം 1 എഴുതി, പിന്നെ 1 plus 1 by 3. 1നോട് 1 by 3 ആഡ് ചെയ്യുന്നു. 1നോട് 1 by 3 ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക എന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 plus 1 by 3 എന്താ ചെയ്യുക? 3 into 1 3 plus 1 4. അങ്ങനെയാണ് ന്യൂമറേറ്റർ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ഡിനോമിനേറ്റർ എഴുതുക. 3 into 1 3 plus 1 4. So numerator is 4. Then this denominator is written 3. So 4 by 3. So 4 by 3 is the next term. പിന്നെ 4 by 3നോട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് 1 by 3 ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4 plus 1 is 5. പിന്നെ ഇതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുന്നു 5 by 3. ഓക്കെ, ദിസ് ഈസ് എ തേർഡ് ടേം. ഇനി 5 by 3 plus 1 by 3, 5 plus 1 6, 6 by 3 എന്ന് കിട്ടും. 6 by 3ക്ക് പകരം എന്ത് എഴുതാം? 2 എഴുതാം. ഓക്കെ, ദെൻ 6 by 3 plus 1 by 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 by 3 എന്ന് കിട്ടും. ഇനി ഈ 7 by 3യെയും
5/3 ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട് 1. പിന്നെ 2 വീണ്ടും റിമൈൻഡർ ആയിരിക്കും. ആ 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 2/3 എന്ന് വേണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതാം. ഇതിനെ ഈ 5/3നെ വേണമെങ്കിൽ 1 2/3 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ അതേപോലെ 1 1/3 എന്ന് എഴുതാം. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കിട്ടും. പിന്നെ റിമൈൻഡർ 1 ഉണ്ടാവും. ആ 1നെ 3 കൊണ്ട് ഇനിയും ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. 1 1/3, ഇത് 1 2/3. ഓക്കെ, അടുത്തത് എന്താണ് 2. പിന്നെ 7/3നെ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിൽ ഗെറ്റ് 2. 2 3s are 6. പിന്നെ വീണ്ടും 1 ബാക്കിയുണ്ടാവും. ആ 1നെ എന്ത് ചെയ്യണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 1/3. അപ്പോൾ ആ രീതിയിലും എഴുതാം. അപ്പോൾ 1 4/3 5/3 2 7/3 എന്ന് എഴുതാം. ശരിയാണ്. ഇനി അത് മാറ്റണമെങ്കിൽ മാറ്റി എങ്ങനെ ചെയ്യാം? ഏതാണ് 1, പിന്നെ 1 1/3 1 2/3 പിന്നെ 2, ഈ 2 ഇവിടെ വരും. ഓക്കെ, 2 പിന്നെ ഇത് 2 2 1/3. ഫസ്റ്റ് 1. ഓക്കെ, പിന്നെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയും എഴുതേണ്ട സന്ദർഭങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ മാറ്റി എഴുതാനുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. അപ്പോൾ ഇതിനെ ഇങ്ങനെയുള്ള ഒരു ഫോമിലുള്ളതിനെ തിരിച്ച് ഇങ്ങനെ മാറ്റുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. 3 × 1 3 + 1 4, അതാണിത് /3. അതുപോലെ 3 × 1 3 + 2 5. ഇവിടെ പ്ലസ് ഒന്നും കാണുന്നില്ല, പക്ഷേ വി വാണ്ട് ടു ഡു അഡീഷൻ. ഓക്കെ, 3 × 1 3 + 2 5 5/3. ഇവിടെ 3 × 2 6 + 1 7 7/3. ഇനി അതിലെ 5th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 5th ക്വസ്റ്റ്യൻ? x2 = 5 and x5 = 2. ഓക്കെ, സെക്കൻഡ് ടേം 5 ആണ്, 5th ടേം 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് d = 2 - 5/5 - 2. അതാണിത്. 2 - 3 = -3. നമ്മളിപ്പോൾ 5 ന്ന് 2 ആണ് മൈനസ് ചെയ്യുന്നതെങ്കിൽ 3 കിട്ടും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് സൈൻ വരും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ 2 - 5 = -3. സോ 5 - 2 = 3. 3/3 1 ആണ്. അപ്പോൾ -3/3 = വാട്ട് -1. അപ്പോൾ കോമൺ ഡിഫറൻസ് -1. ഇനി ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സന്ദർഭം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കോമൺ ഡിഫറൻസ് എഴുതാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് എഴുതാൻ പറ്റും. അതായത് ഇവിടെ പൊസിഷൻസ് നോക്കുക, 2 5. അതിന് നേരെ തിരിച്ചിട്ടിരിക്കുകയാണെന്ത് ടേംസ് 2 5 5 2. ഓക്കെ, അപ്പോൾ 3 6 6 3 എന്നാണ് വരുന്നത് വിചാരിക്കുക. ഓക്കെ, 8 10 10 8 ആ രീതിയിലാണ് വരുന്നതെങ്കിൽ യു വിൽ ഓൾവേസ് ഗെറ്റ് കോമൺ ഡിഫറൻസ് -1. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു വരുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് സം മിസ്റ്റേക്ക്. സോ യു വാണ്ട് ടു കറക്റ്റ് ഇറ്റ്. ഓക്കെ, ഓൾവേസ് യു വിൽ ഗെറ്റ് കോമൺ ഡിഫറൻസ് -1 ഇൻ കേസസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. നെക്സ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ഫസ്റ്റ് ടേം, ആൻഡ് ഫസ്റ്റ് ടേം = x2 മൈനസ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സെക്കൻഡ് ടേം നമുക്കറിയാമെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി ഫസ്റ്റ് ടേം കിട്ടാൻ. കാരണം ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്, സെക്കൻഡ് ടേം കിട്ടുന്നത്. സോ സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 5 മൈനസ്, ആൻഡ് ദിസ് മൈനസ് ഈസ് ദിസ് 1. എന്താണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ്. അപ്പോൾ ആ നെഗറ്റീവ് സൈനും കൂടെ ഇവിടെ വരും. ഇത് സബ്ട്രാക്ഷനെ കുറിക്കുന്നു, ഇത് കോമൺ ഡിഫറൻസിലുള്ള നെഗറ്റീവ്. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവും കൂടെ ഇങ്ങനെ രണ്ട് നെഗറ്റീവ്സ് അടുത്തടുത്ത് വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം പ്ലസ്. ഓക്കെ, പോസിറ്റീവായി മാറും. സോ 5 + 1 = 6. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 6, കോമൺ ഡിഫറൻസ് നമുക്ക് -1 എന്ന് കിട്ടി. സോ ഫസ്റ്റ് 5 terms we can write. First term is first 6, then plus -1. ഓക്കെ, +1 ആണെങ്കിൽ എത്രയാവും? 6 + 1 7 ആവും. 6 + -1 എന്ന് പറഞ്ഞാൽ എത്രയാവും? 5 ആവും. ഓക്കെ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ -1 ആണ് വരുന്നതെങ്കിൽ അടുത്തടുത്തുള്ള ടേംസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കൂട്ടുന്നതിന് പകരം ഈ 1 കുറച്ചാൽ മതി. ഓക്കെ, -2 ആണെങ്കിൽ
-2 ആഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. -2 ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, +2 കുറച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ -1 ആഡ് ചെയ്യണം, അതിന് പകരം എന്ത് ചെയ്യുക, +1 കുറച്ചാൽ മതി. അപ്പോൾ 6 - 1 5. ഓക്കെ, then 5 - 1 4, 4 - 1 3, 3 - 1 2. ഓക്കെ, ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, 6 + -1 that is equal to 6 - 1 equal to 5. 5 + -1 that's equal to what, 5 - 1 equal to 4. Like that we get 5 terms. Okay, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? ദ ഫിഫ്ത്ത് ടേം നോക്കുക. ഫിഫ്ത്ത് ടേം of an arithmetic sequence is 38 and the ninth term is 66. Okay, fifth term ninth term തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം ഈസ് 38 ആൻഡ് നയൻത്ത് ടേം ഈസ് 66 ആൻഡ് വാട്ട് ഈസ് ഇസ് 25th ടേം എന്നാണ്. അപ്പോൾ 25th ടേം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ 25th ടേം കാണും? ഫിഫ്ത്ത് ടേം അറിയാം. അപ്പോൾ ഫിഫ്ത്ത് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം 25th ടേം കിട്ടാൻ? 5 + 20 = 25 നമുക്കറിയാം. അപ്പോൾ ഫിഫ്ത്ത് ടേമിനോട് 20 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് 25th ടേം കിട്ടും. പിന്നെ നമുക്കറിയാവുന്നത് നയൻത് ടേമാണ്. നയൻത് ടേം. ഓക്കെ, നയൻത് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം 25 കിട്ടാൻ? 16 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, അപ്പോൾ നയൻത് ടേമിനോട് 16 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുക. അതായത് 66നോട് 16D കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25th ടേം കിട്ടും. അതല്ലെങ്കിൽ ഫിഫ്ത്ത് ടേമായ 38നോട് 20D കൂട്ടുക. 20 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാലും നമുക്ക് 25th ടേം കിട്ടും. In any of these two ways, okay, we can find out 25th term. അപ്പോൾ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ കഴിഞ്ഞതിലൊക്കെ നമ്മൾ എങ്ങനെയാണോ കോമൺ ഡിഫറൻസ് കണ്ടത് അതേ രീതിയിൽ തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടിട്ടാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ടേം ഈസ് 38 ആൻഡ് നയൻത് ടേം ഈസ് 66. സോ കോമൺ ഡിഫറൻസ് D is equal to 66 - 38 divided by 9 - 5. ഓക്കെ, അപ്പോൾ അത് 28/4 ദാറ്റ്സ് ഈക്വൽ ടു 7 എന്ന് കിട്ടുന്നത് കോമൺ ഡിഫറൻസായി. പിന്നെ 25th ടേമാണ് കാണേണ്ടത്. 25th ടേം കാണാൻ നമുക്ക് ഫിഫ്ത്ത് ടേം അറിയാം, നയൻത് ടേം അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാം. ഫിഫ്ത്ത് ടേമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫിഫ്ത്ത് ടേമിനോട് നമ്മൾ 20 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈസ് 38. സോ 38 + 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് 7 എന്ന് കിട്ടി. 20 × 7 ഇത് രണ്ടും ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. വിൽ ഗെറ്റ് 140. ആ 140 + 38 ഈസ് ഈക്വൽ ടു 178 എന്ന് കിട്ടും. അപ്പോൾ 25th ടേം നമുക്ക് 178 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ? നയൻത് ടേമിൻ്റെ കൂടെ 16 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുക. അതായത് 66 + 16 × D ദാറ്റ് ഈസ് 16 × 7. എന്നിട്ട് അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വി ഗെറ്റ് 178 ഇറ്റ് സെൽഫ്. ഓക്കെ, 178 തന്നെയാണ് കിട്ടുന്നത് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ ഇനി ഈ എക്സസൈസിൽ ഒരു 4 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിൽ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. Is 101 a term of the arithmetic sequence 13, 24, 35, etc.? What about 1001? Okay, 13, 24, 35, etc. എന്നുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ
ഒരു ടേമാണോ? ഇതിങ്ങനെ എഴുതി മുന്നോട്ട് പോയാൽ എവിടെയെങ്കിലും എത്തുമ്പോൾ നിങ്ങൾ 101 എന്നുള്ള ഒരു ടേം കാണുമോ എന്നാണ് ചോദ്യം. ഈ സീക്വൻസിലെ ടേമാണോ 101? പിന്നെ വാട്ട് അബൌട്ട് 1001? 1001 ഈ സീക്വൻസിലെ ടേമാണോ? ഈ രണ്ട് കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 101 ആണോ അല്ലേന്ന് നമ്മൾ പറയണം. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറയാം. പിന്നെ 1001 ആണോ എന്നും കൂടെ നമ്മൾ പറയണം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, 101 ടേമാണോ 1001 ടേമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സീക്വൻസ് ഏതാണ്? 13, 24, 35 എക്സെട്ര. ഇതാണ് സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് കോമൺ ഡിഫറൻസ്. സോ d is equal to 24 minus 13, that is equal to 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 11 നമുക്ക് കിട്ടി. ഇനി ഒരു സീക്വൻസിലെ എല്ലാ ടേംസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക സെയിം ഡിഫറൻസ് ആണ്, സെയിം റിമൈൻഡറാണ്. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 101ഉം 1001ഉം ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ടേമിന് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടേം 13നെ തന്നെ ഞാൻ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 13 ഡിവൈഡ് ബൈ 11. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടും. ഓക്കെ, 1 വി ഗെറ്റ് 1 11 ഈസ് ഈക്വൾ ടു 11. 13 മൈനസ് 11 ഈസ് ഈക്വൾ ടു 2. അപ്പോൾ എത്രയാണ് റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്? 2 ആണ്. ഓക്കെ, ഇനി ഈ സീക്വൻസിലുള്ള ഏത് ടേമിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 101 ടേം ആണോ എന്നറിയാൻ 101നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. റിമൈൻഡർ 2 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 101 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, റിമൈൻഡർ 2 അല്ലാതെ മറ്റേതെങ്കിലും വന്നാൽ 101 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ് നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? 1001നെയും ഡിവൈഡ് ചെയ്ത് നോക്കുക. കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ് റിമൈൻഡർ കിട്ടുന്നത് നോക്കുക. റിമൈൻഡർ 2 ആണെങ്കിൽ 1001 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 2 അല്ലെങ്കിൽ 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 13 ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 2 കിട്ടി. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചിട്ടുണ്ട്. 24നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ കിട്ടുന്ന റിമൈൻഡറും 2 ആണ്. അപ്പോൾ ഏത് ടേമിനെ ഡിവൈഡ് ചെയ്താലും യു വിൽ ഗെറ്റ് റിമൈൻഡർ 2. ഓക്കെ, വെൻ ടേംസ് ഓഫ് arithmetic sequences are divided by d is equal to 11, remainder is equal to what? 2. അതുകൊണ്ട് ആ ഐഡിയ വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 101നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 11s are 99, പിന്നെ റിമൈൻഡർ 2 എന്ന് കിട്ടുന്നു. അപ്പോൾ റിമൈൻഡർ 2 കിട്ടിയതുകൊണ്ട് 101 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ 101 ഈസ് എ ടേം ഓഫ് arithmetic sequence because when 101 is divided by common difference 11 we get remainder 2. Okay, then 1001നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 9 11s are 99, സബ്ട്രാക്ട് ചെയ്യുന്നു, 11 കിട്ടുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് എത്ര കിട്ടുന്നു? റിമൈൻഡർ 0 എന്ന് കിട്ടുന്നു. റിമൈൻഡർ 2 അല്ലാത്ത ഏത് കിട്ടിയാലും ആ സീക്വൻസിലെ ടേം ആവില്ല. ഓക്കെ, സോ വി ഗോട്ട് റിമൈൻഡർ 0, ഇറ്റ് ഈസ് നോട്ട് 2, therefore 1001 is not a term of the arithmetic sequence. ഓക്കെ, അപ്പോൾ നമ്മൾ 4 questions, 4th question വരെയുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 5th question ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഈ പേജിലുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് maths class. Okay, see you next day.